كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, വിവാഹത്തിൻ്റെ തലേ ആഴ്ച, അതായത് ഒരാഴ്ച മുമ്പ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരന്തം, അങ്ങനെ കല്യാണം തെറ്റിപ്പോയ സംഭവം, അതാണ് ഇന്നത്തെ അനുഭവ കഥയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പെൺകുട്ടിയുടെ കല്യാണ കാര്യങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചതാണ്. അതിൻ്റെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ഒരുക്കങ്ങൾ മുൻകൂട്ടിയെ നടന്നുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടി തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളോടൊപ്പം പോയി വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റെല്ലാം സെലക്ട് ചെയ്യുകയും എടുക്കുകയും അവരുമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ ആ കുട്ടിയും ബന്ധുക്കളും എന്നോട് വിവരിച്ചു. അവൾ തന്നെ അവളുടെ ടീച്ചർമാരെയും സുഹൃത്തുക്കളെയും കോളേജ് കുട്ടികളെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നു. അവൾ തന്നെ എല്ലാം മുൻകൈയെടുത്ത് ചെയ്തത്. എന്നാൽ ഒരാഴ്ച മുമ്പ്, കല്യാണം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ്, കോളേജിൽ പഠിക്കുന്ന തൻ്റെ ക്ലാസ്സിലുള്ള പയ്യനുമായി ഈ പെൺകുട്ടി മുങ്ങി. കോളേജിൽ നിന്ന് കുട്ടി വൈകിട്ട് വീട്ടിലെത്താതായപ്പോൾ അന്വേഷിക്കുകയും ആ കുട്ടിയോടൊപ്പം കോളേജിൽ പഠിക്കുന്ന മറ്റൊരു പയ്യനും വീട്ടിലെത്തിയിട്ടില്ല എന്നറിയുകയും ആ പയ്യൻ്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ ഇരുവരും ബാംഗ്ലൂർ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പോലീസും മറ്റും പോയി അവരെ കൂട്ടി നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയാണ്, നമസ്കാരവും ഇബാദത്തുള്ള കുട്ടിയാണ്. ഈ പയ്യൻ ഒരു ക്രിസ്ത്യൻ പയ്യനാണ്. ഇരു കൂട്ടരും, അതായത് പയ്യൻ്റെ ബന്ധുക്കളും പെൺകുട്ടിയുടെ ബന്ധുക്കളും ആകെ വിഷമത്തിലായി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ SI അതിൻ്റെ ശരിയായ രീതിയിൽ ഇടപെട്ടതുകൊണ്ട് പെൺകുട്ടിയെ ബന്ധുക്കളെ കൂട്ടത്തിൽ തന്നെ വിട്ടു, പയ്യനെ അവരെ ബന്ധുക്കളുടെ കൂട്ടത്തിലും വിട്ടു. വീട്ടിലെത്തിയ പെൺകുട്ടി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ഉമ്മയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോൾ ഈ പയ്യൻ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു, ഒരു പണിക്കരുടെ ഫോട്ടോയാണ്. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹമാണ് നിന്നെ എനിക്ക് എത്തിച്ചു തന്നത്. നീ ഇനി കല്യാണ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരും. അതായത് ഈ പണിക്കർ കൂടോത്രം ചെയ്ത് എവളുടെ മനസ്സിനെ തിരിപ്പിച്ചതാണെന്നാണ് ആ പയ്യൻ പറയുന്നത്. കോളേജിൽ എന്നാൽ ഈ പയ്യനും എവളുമായിട്ടൊരു പ്രേമമോ മറ്റു കാര്യങ്ങളോ ഇല്ല. എന്നാൽ കുട്ടികൾ ഇവർ രണ്ടുപേരെയും ചേർത്ത് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. കല്യാണ സമയമായപ്പോൾ കുട്ടികൾ ഇവനെ കളിയാക്കി, എടാ നിൻ്റെ പെണ്ണിനെ വേറെ ആൾ കൊണ്ടുപോയി എന്ന മട്ടിൽ കളിയാക്കിയപ്പോൾ ഇവന് വാശി തോന്നി. അങ്ങനെയാണ് അവൻ പണിക്കരെ കണ്ടിട്ട് ഈ പരിപാടി ചെയ്തത്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ ഒരു ദിവസം ഇൻ്റർവെൽ സമയത്ത് മേശപ്പുറത്ത് തലവെച്ച് ഉറങ്ങിയ സമയത്ത് നീ ഉണർന്നിട്ട് നോക്കുമ്പോൾ നിൻ്റെ ചെരുപ്പിലും കാലിലുമൊക്കെ വെള്ളപ്പൊടി കണ്ടിരുന്നോ? അപ്പോൾ അവൾക്കത് ഓർമ്മ വന്നു. കാലിലും ചെരുപ്പിലൊക്കെ വെള്ളപ്പൊടിയായിരുന്നു. അവൾ പോയിട്ടത് കഴുകിയിട്ട് വന്ന് വീണ്ടും ക്ലാസ്സിലിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഒരു മനസ്സിനുണ്ടായിരുന്ന ചില മനസ്സിൻ്റെ വികാരങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ഏതായാലും ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ പിതാവ് ഈ മോളെയും കൂട്ടി മന്ത്രിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ഒരു ദിവസം മന്ത്രിച്ചു. രണ്ടാം ദിവസം വേറെ കൈവശത്തിൻ്റെയോ മറ്റു ലക്ഷണങ്ങളൊന്നും ഞാൻ കണ്ടില്ല. എങ്കിലും ഈ കുട്ടിയുടെ മനോവികാരത്തിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം പ്രത്യേക കൂസലുകളോ കാര്യങ്ങളോ ഇല്ല. ഈ കല്യാണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഈ ദിവസങ്ങളിൽ ഈ സംഭവം നടന്നതിൻ്റെ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഇല്ല. ഒരു പ്രത്യേക മനോവികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു മുഖഭാവം. അങ്ങനെ രണ്ടാം ദിവസം ഞാൻ ഈ കുട്ടിയെ ഛർദ്ദിപ്പിക്കുന്നു. ഛർദ്ദിച്ചതും ഈ കുട്ടി കരയാൻ തുടങ്ങി. അതായത് മനുഷ്യൻ്റെ വികാരങ്ങൾ, ഒരു മനുഷ്യനുണ്ടാകുന്ന, ഒരു പെൺകുട്ടിക്കുണ്ടാകുന്ന വികാരങ്ങൾ ആ കുട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനിത് അങ്ങനെ ഒക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ഇത് എങ്ങനെ പറ്റി എന്നൊക്കെ ഉള്ള നിലയിൽ അവളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു വിങ്ങിപ്പൊട്ടുന്നു. അങ്ങനെ ഒരു കൂസലില്ലാതെ നിന്ന ആ പെൺകുട്ടിയെ ഒടുവിൽ നമുക്കൊക്കെ സമാധാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി. ആ കല്യാണം നടന്നില്ല. വേറെ നല്ല ഒരു കല്യാണം പിന്നെ ആ കുട്ടിക്ക് നടന്നു. ഇവിടെ പറഞ്ഞത് ഒരു കുടുംബം
ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ എങ്ങനെ മോശക്കാരാകുന്നു ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൈവിഷം ഇന്ന് പിന്നെ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലും പരസ്യം ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നിങ്ങളെ എത്ര വിരോധിക്കുന്ന ആളും നിങ്ങൾക്ക് വശീകരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ വശീകരിക്കാൻ നിമിഷ നേരം കൊണ്ട് വശീകരിക്കാം എന്നൊക്കെ വിവിധ തരത്തിലുള്ള പരസ്യമുഖങ്ങളിൽ ഇത്തരം പരസ്യങ്ങൾ കണ്ടിട്ട് ഇഷ്ടമുള്ള പെൺകുട്ടിയെയും ഇഷ്ടമുള്ള പുരുഷനെയും വശീകരിക്കാൻ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾ ചെയ്യുന്ന യുവാക്കളുള്ള ഒരു നാടാണ് ഇന്ന് നമ്മുടെ നാട്. ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വശീകരണ മന്ത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചില വീഡിയോകളും ചില പരസ്യങ്ങളും കാണുകയുണ്ടായി. അത് അവതരിപ്പിക്കുന്നത് നിങ്ങളിത് ദുരുദ്ദേശപരമായി ഈ മന്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തരുത്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇത് നല്ലതിന് മാത്രമേ ചെയ്യാവൂ എന്നൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. വളരെ അബദ്ധമാണ്. ഇസ്ലാമിക നിരീക്ഷണത്തിൽ ഇത് വൻപാവവും ഷിർക്കുമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് മുസ്ലിയാരായാലും പണിക്കരായാലും ഫാദറായാലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. 2 വെറ്റില മതി ഏതാളെയും നിങ്ങൾക്ക് വശീകരിക്കാം എന്നൊക്കെ പറയുന്ന പരസ്യങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരാളോട് ഇഷ്ടമുണ്ടാകുക അല്ലെങ്കിൽ ഇഷ്ടമില്ലായിരിക്കുന്നത് അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, അയാളുടെ മനസ്സിന് ഉണ്ടാകുന്ന താല്പര്യമാണ്. അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളെ താല്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് പിശാചിനെ ഉപയോഗിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അവിടെ 2 മനസ്സുകൾ പ്രവർത്തിക്കും. ഒന്ന് പിശാചിൻ്റെ മനസ്സും ഒന്ന് സ്വന്തം മനസ്സും. അങ്ങനെ ഞാൻ എന്നെ ആളിനെ വശീകരിച്ചു, അല്ലെങ്കിൽ ഇന്ന മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന മന്ത്രം കൊണ്ട് കൂടെ കൂട്ടി എന്നൊക്കെ പറയാമെന്നല്ലാതെ സ്വസ്ഥമായ ജീവിതമോ സമാധാനപരമായ ജീവിതമോ അതുകൊണ്ട് ലഭിക്കുകയില്ല. കാരണം എന്നും തല്ലും വഴക്കും പ്രശ്നവുമായിരിക്കും. കാരണം ഒന്ന് കുട്ടിയുടെ മനസ്സ്, അല്ലെങ്കിൽ പയ്യൻ്റെ മനസ്സ്, യഥാർത്ഥ മനസ്സ്, വിരോധത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മനസ്സ്, മറ്റൊന്ന് പൈശാചിക മനസ്സ്. ഈ 2 മനസ്സോടുകൂടി ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുകയില്ല. അതിനാൽ പലരും ഇത് അവതരിപ്പിക്കുന്നത് ഭാര്യയുടെ സ്നേഹം കിട്ടാൻ ഭർത്താവിന് ചെയ്യാം, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ ഭാര്യയ്ക്ക് ചെയ്യാം. ഇങ്ങനെ അനുവദനീയമായ മാർഗത്തിലേ പാടുള്ളൂ, വേറെ അനധികൃത മാർഗത്തിൽ നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ്. യഥാർത്ഥത്തിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടണോ വേണ്ടയോ അല്ലെങ്കിൽ വെറുക്കണോ എന്നൊക്കെയുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അത് അയാളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള കാര്യങ്ങൾ തിരിച്ചങ്ങോട്ടും സ്നേഹം കൊടുക്കാനും പരിഗണന കൊടുക്കാനും ഒക്കെ അവരന് കഴിയണം. അതല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നിഗൂഢമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അത് വൻപാവമാണ്, ഹറാമാണ്. ഭാര്യയുടെ സ്നേഹമില്ലാത്ത ആൾ അവരുടെ താല്പര്യത്തിന് വിടേണ്ടതുണ്ട്. ഭർത്താവിൻ്റെ സ്നേഹമില്ലാത്ത സ്ത്രീ ഭർത്താവിൻ്റെ താല്പര്യത്തിന് വിടേണ്ടതുണ്ട്. ആ സ്നേഹം പൈശാചികമായ രീതിയിൽ പിടിച്ചു പറ്റുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൈവശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടോത്ര പ്രവർത്തനങ്ങൾ വഴി ഒരാളെയും വശീകരിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെയും താല്പര്യങ്ങളെ ഹനിക്കാനോ പാടില്ല. അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും നമുക്ക് മറ്റൊരു അനുഭവമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. علم ربي من سؤال